ഹലോ, നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ പപ്പാടെ അമ്മച്ചിയുടെ 100th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഇന്നലെയും ഇന്ന് വെളുപ്പിനോടുകൂടിയൊക്കെ ഞങ്ങളുടെ എല്ലാ കസിൻസും നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ പപ്പാടെ കുടുംബത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു കേട്ടോ. അപ്പൊ ഇത് രണ്ടും എന്റെ പപ്പാടെ പെങ്ങന്മാരാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഹൈദരാബാദിൽ നിന്ന് രാത്രിയാണ് കേട്ടോ എത്തിയത്. അപ്പൊ ബെൻസി അവരോട് വർത്താനം പറയാനായിട്ട് വരിക. ഇത് ശരിക്കും എന്റെ പേരപ്പന്റെ വീടാണ് കേട്ടോ. പേരപ്പൻ ഞങ്ങളെ വിട്ടുപോയി. ഈ ലൈറ്റ് ഗ്രീൻ ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ ടോച്ചേട്ടൻ ഞങ്ങളുടെ പേരപ്പന്റെ മോനാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം ഓർഗനൈസറും ആണ്. എന്തൊക്കെയോ ചളി അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവൻ ടിസൺ എന്റെ പപ്പാടെ അനിയന്റെ മോനാണ്. ഇതാണ് എന്റെ അനീഷേട്ടൻ, മറ്റേത് മനീഷേട്ടൻ. പേരിൽ തന്നെ എന്തൊരു ഒരുമയാണല്ലേ. ഇതെന്റെ അനീത്തിക്കുട്ടിയാണ്. ഇവള് ഞങ്ങളെ പ്രാക്ടീസിന് വിളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കുടുംബത്തിലാണ് പ്രാക്ടീസ്. അതെ, അപ്പൊ ഇവിടുന്ന് നേരെ കയറുന്നതാണ് കേട്ടോ കുടുംബം. ഇതാണ് കേട്ടോ എന്റെ പപ്പാടെ തറവാട്. അപ്പൊ അമ്മച്ചിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്റെ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. പപ്പാടെ ബ്രദറിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ മക്കളാണ്. ഇതെന്റെ നാത്തൂനാണ്. കസിൻസ് എല്ലാവരും ഇന്നലെയും ഇന്നൊരു വെളുപ്പിനെയും ഒക്കെ ആയിട്ടാണ് നാട്ടിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു പ്രാക്ടീസ് സെഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോ ഞങ്ങളുടെ ബർത്ത്ഡേ ബേബി ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പൊ ഇരിക്കുന്ന രണ്ടും എന്റെ നാത്തൂമാരാണ് കേട്ടോ. അവർ കുട്ടികളെ ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ അമ്മച്ചി, എന്റെ സുന്ദരി കുട്ടി. ഇന്ന് ഈവനിങ് ആണ് ഫംഗ്ഷൻ. അപ്പൊ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യാൻ. വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഞങ്ങൾ നല്ലവണ്ണം ഉഴപ്പി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയ അങ്ങനെയാണ് കേട്ടോ. ഒരു ഉത്സവം പോലാണ് വീട്ടില്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മാത്രമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ എന്നും നമ്മൾ ക്യാരി ചെയ്യുന്ന കുറച്ച് നല്ല മെമ്മറീസ്. എല്ലാവരെ പോലെ തന്നെ ഫാമിലിക്കും റിലേഷൻസിനും ഒക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഓടിയെത്തിയത്. ഈവനിങ് ആയിട്ടുണ്ട്. എല്ലാവരും ചട്ടയും മുണ്ടുമാണ് കേട്ടോ ഇന്നത്തെ വേഷം. എന്നാൽ ഞാനൊന്ന് റെഡി ആവട്ടെ. സത്യത്തിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഞാൻ ആകെ മൊത്തം ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മുടെ തറവാട് വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അമ്മച്ചിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണ്. അമ്മച്ചിക്ക് ട്രാവൽ ചെയ്യാനുള്ള പാടുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മളിങ്ങനെ സ്റ്റേജ് അറേഞ്ച് ചെയ്തത്. അമ്മച്ചിയുടെ വേഷം ചട്ടയും മുണ്ടും ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു കൈക്കുഞ്ഞു തൊട്ട് ഏറ്റവും മുതിർന്ന ആൾ വരെ ചട്ടയും മുണ്ട് കൊടുക്കണം എന്നുള്ളത് പേരമ്മയുടെ നിർബന്ധമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുകയും അനുസരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു യൂണിറ്റിയും ഭംഗിയും ഒക്കെ ഈ ഫോട്ടോസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. അമ്മച്ചിക്ക് 9 മക്കളാണ് കേട്ടോ. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ പുറത്തുനിന്ന് വേറെ ആരെയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. മക്കളെല്ലാവരും ഒരുമിച്ച് നിന്ന് അമ്മച്ചിയുടെ കൈ പിടിച്ച ശേഷം വേണം നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. റെഡി 3, 2, 1. നല്ലൊരു കൈയടി കിടക്കാം. എന്നും അമ്മച്ചിയുടെ ഈ ഒരു ജീവിതം എന്നും ഇതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട കുറച്ച് പേരൊക്കെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയെങ്കിലും അവരുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം ശരിക്കും ഞങ്ങൾക്ക് ഈ നിമിഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയായിരുന്നു കേട്ടോ. എനിക്കത് മാത്രമേ ഇപ്പോൾ പറയാൻ തോന്നുന്നുള്ളൂ. ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അമ്മച്ചിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് നിന്നാലേ സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നുള്ളത് കൊണ്ട് മക്കളും മരുമക്കളും എല്ലാം സ്റ്റേജിലും കൊച്ചുമക്കളെല്ലാം താഴെയായിരുന്നു കേട്ടോ നിന്നിരുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായി ഷാജി തുമ്പേച്ചിറയിൽ അച്ഛനും റോജൻ പുരയ്ക്കൽ അച്ഛനും ജോസ് പുതിയാപറമ്പിൽ അച്ഛനും തോമസ് പ്ലാപ്പറമ്പിൽ അച്ഛനും ഒക്കെ എത്തിച്ചേർന്നു കേട്ടോ. തുമ്പേച്ചിറയച്ഛൻ ഓൺ ദ സ്പോട്ടിൽ വെച്ച് അമ്മച്ചിയെ കുറിച്ച് ഒരു പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് പാടുണ്ടായി. വളരെ മീനിങ് ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. പള്ളിയിലെ നമ്മുടെ അമ്മച്ചിക്ക് കൊമ്പ ചൊല്ലുക
നമ്മുടെ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മെരിയൻ ഈവൻ മിറാക്കിൾസ് ആണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. അത് എൻ്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും ചേർന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നടന്ന പരിപാടി അതേ പകിട്ടിലും ഭംഗിയിലും ഒക്കെ എനിക്ക് നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നേ. ആകെ മൊത്തം ബിസി ആയിരുന്നു കേട്ടോ. കുട്ടികളെ ഒരുക്കുവാനും എനിക്ക് ഡ്രസ്സ് മാറാനും ഒക്കെ ആയിട്ട് ആകെ പാടെ വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. തീരെ ചെറിയ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്ന ഞാൻ ഇത്രയും വലിയൊരു ഇവന്റ് എങ്ങനെയാണ് മിസ്സാക്കുക? അതുകൊണ്ടാണ് കേട്ടോ പലരിടത്ത് വീഡിയോസ് ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന അതിഥികളെയും അതുപോലെ തന്നെ അന്ന് അവിടെ സെർവ് ചെയ്ത ഭക്ഷണവും ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റാഞ്ഞത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രൊഫഷണൽ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നു, അത്രമാത്രം. അങ്ങനെ അന്നത്തെ ദിവസം ഇവിടെ പരിപാടി അവതരിപ്പിച്ചതെല്ലാം ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ, അല്ലാതെ പ്രൊഫഷണൽസ് ഒന്നും അല്ല. ഇത് ഞങ്ങളുടെ അപ്പാപ്പി ആൻറ്റിയാണ് കേട്ടോ. പ്രോഗ്രാം മൊത്തത്തിൽ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു എന്നാണ് കേട്ടോ വന്ന അതിഥികളൊക്കെ പറഞ്ഞത്. സത്യമായിട്ടും അവരങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങളെ സൂചിപ്പിക്കാൻ പറഞ്ഞാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരാളെന്നല്ല, എല്ലാവരും തന്നെ അവരവരുടെ പാർട്ട് ബെസ്റ്റ് ആക്കുവാൻ നല്ല എഫേർട്ട് ഇട്ടു കേട്ടോ. അതിൻ്റെ ഒരു ഓവറോൾ എഫക്റ്റ് സത്യത്തിൽ ആ പരിപാടി ഉടനീളം നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വലിയ ഡാൻസുകാരോ പാട്ടുകാരോ അല്ലെങ്കിൽ വലിയ അഭിനേതാക്കളോ ഒന്നും അല്ല കേട്ടോ. അമ്മച്ചിയോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെയോ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു, അത്രമാത്രം. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഏറ്റവും കുഞ്ഞു കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന ആൾ വരെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് സ്റ്റേജിൽ കയറി എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകത. എൻ്റെ മമ്മിയാണ് കേട്ടോ ഇതെൻ്റെ പപ്പായുടെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ്. ഇതെൻ്റെ പേരമ്മച്ചിയാണ് കേട്ടോ, അതായത് എൻ്റെ പപ്പായുടെ എൽഡർ ബ്രദറിൻ്റെ വൈഫ്. പിന്നെ ഇത് എൻ്റെ പപ്പായുടെ രണ്ടാമത്തെ സിസ്റ്ററാണ്. ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒട്ടും മടിക്കാതെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ പപ്പായുടെ വേറൊരു സിസ്റ്ററാണ്. ആരും മടി കാണിക്കാതെ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ആ പരിപാടിയുടെ ഒരു മോടി കൂടിയത്. ഇതെൻ്റെ പപ്പായുടെ ബ്രദറാണ് കേട്ടോ. ഇത് അനുചേച്ചിയാണ് കേട്ടോ. അനുചേച്ചി എൻ്റെ പപ്പായുടെ സിസ്റ്ററിൻ്റെ മോളാണ്. ആള് നല്ലൊരു സിംഗറാണ്. ആള് മാത്രമല്ല, ആളുടെ ബ്രദർ ആനന്ദേട്ടനും നല്ലൊരു സിംഗറാണ്. പക്ഷെ ആനന്ദേട്ടൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കൂടെ പാടുന്ന പ്രദീപ് എൻ്റെയും എൻ്റെ ഹസ്ബൻഡ് ജീവൻ്റെയും ഒക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഈ ഒരു സെഗ്മെന്റ് വന്നപ്പോൾ സത്യത്തിൽ ആനന്ദേട്ടൻ്റെയും ജീവൻ്റെയും ഒക്കെ പാട്ടുകൾ ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. സ്ത്രീകളെല്ലാവരും ചട്ടയും മുണ്ടും കവണിയും അതുപോലെ പുരുഷന്മാരെല്ലാവരും മുണ്ടും ഷർട്ടും ഒക്കെ ഉടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തേക്ക് എങ്ങാണ്ട് പോയൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതാണ് ചേച്ചിയുടെ പപ്പയാണ് കേട്ടോ. അങ്കിളും ഒരു അടിപൊളി സിംഗറാണ്. ഫൈനൽ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. പലരും പല സ്ഥലങ്ങളിൽ ഇരുന്ന് പല ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് പഠിച്ചത്. ഇത് കുളമാകും എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് വന്നു കേട്ടോ ഒരുമിച്ച് ക്ലബ് ചെയ്തപ്പം. അതാണ്, ഒരു കാര്യം വിജയിക്കണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും യൂണിറ്റിയും എല്ലാം ഈ പ്രോഗ്രാംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. ഈ സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും ഒക്കെ എന്നും ഇതുപോലെ കാത്തു സൂക്ഷിക്കുവാൻ പറ്റണേ തമ്പുരാനെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ പഴയ വെക്കേഷൻ കാലഘട്ടമൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. പറമ്പിൽ ഓടി കളിക്കുന്നതും അമ്മച്ചി ഉണ്ടാക്കി തരുന്ന രുചികരമായ ആഹാരം മിച്ചം വെക്കാതെ കഴിക്കുന്നതും പവർക്കട്ട് വരുമ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുള്ള കലാപരിപാടികളും പിന്നെ രാത്രിയാവുമ്പോൾ ഒരു പാവിരിച്ച് എല്ലാവരും അടങ്ങി കെട്ടിപ്പിടിച്ച് കഥയൊക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. ആ കാലം ഒന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി കേട്ടോ ഒരു കലാശക്കൊട്ടിന്. സ്റ്റേജ് ഇളകി പോകുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല. അന്നത്തെ ആ സന്തോഷവും വൈബും ഒക്കെ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അത് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സും കൂടെ ഞാൻ ഇവിടെ ഈ വീഡിയോയോടൊപ്പം ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം കാണുവാനായി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതുമൊക്കെ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണുന്നത് വരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ ബൈ.